ആദ്യം തന്നെ 1 കപ്പ് മൈദയിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് കോഴിമുട്ടയും കൂടെ മിക്സ് ചെയ്ത് ഇത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പരുവായിരിക്കണം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, പച്ചമുളക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ചീകി വെച്ചിട്ടുള്ള ക്യാരറ്റും കാബേജും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കുക. വെന്ത് വരുമ്പോൾ വേവിച്ചെടുത്തുള്ള ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിന്നായിട്ടുള്ള ദോശകൾ ചുട്ടെടുക്കാം. ദോശ നല്ലപോലെ ചൂടാറും കൂടെ വേണം കേട്ടോ. ചൂടാറിയ ശേഷം അതിന് തിരിച്ചു വെച്ചിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാതും ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുക്കുക, ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ രീതിയിലും ഫ്രൈ ചെയ്തെടുക്കുക, മുക്കി പൊരിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്